അതായത് ഇങ്ങനെ ഈ ഡോക്ടർ ചെയ്യുന്നത് പോലെ പുള്ളിക്ക് ആ ഹാർട്ടിൻ്റെ ആ ശസ്ത്രക്രിയയെക്കുറിച്ച് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കാര്യകാരണ സഹിതം പുള്ളി ഓൾറെഡി പഠിച്ചു വെച്ച് അത് എങ്ങനെയൊക്കെ പ്രായോഗിക തലത്തിൽ അപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചിട്ടാണ് അയാളത് ചെയ്യുന്നത്. കാരണം കൂടുകയും കുറയുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെല്ലാം താൻ ചെയ്യണമെന്നും തൻ്റെ എന്തെല്ലാം സാഹചര്യങ്ങളെ അതിജീവിച്ച് ആ കാര്യം ചെയ്യണമെന്ന് കൃത്യമായ അറിവും വ്യക്തമായ പദ്ധതിയും പ്ലാനും പുള്ളിക്കുണ്ടാകണം. എന്നാൽ മാത്രമേ പുള്ളിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും പ്രായോഗിക തലത്തിൽ. കാരണം പല മിസ്റ്റേക്കുകൾ തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരും അവരും ഇവരും ഒക്കെ ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അല്ലെങ്കിൽ പണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നും ആർജിച്ചെടുത്തതുമായ കഴിവുകളായിരിക്കും അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. മനസ്സിലായി? ഇങ്ങനെ പല നോളജുകളുടെ അടിസ്ഥാനത്തിൽ പുള്ളിക്കൊരു തീരുമാനം എടുക്കാൻ ആ പ്രത്യേക ക്രിട്ടിക്കൽ സമയത്ത് പെട്ടെന്ന് സാധിക്കുന്നത് പുള്ളിയുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. കാരണം അതിന് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്ത് പഴകിയ അറിവാണ് പുള്ളി ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ പ്രൊഫഷനുകളിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. കാരണം തിയറികളുടെ പ്രായോഗിക തലത്തിലുള്ള ആപ്ലിക്കേഷനിൽ വരും വരായികകളും സംഭവിക്കാൻ പറ്റുന്ന തെറ്റും തിരുത്തലുകളും എല്ലാം തിരുത്തിയാണ് പുള്ളി ഒരു ലെവലിലെത്തുന്നത്. അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാം ഡിസിഷൻ ബേസിലേക്ക് കോൺസെൻട്രേറ്റഡും ഒപ്പീനിയനിലേക്ക് കോൺസെൻട്രേറ്റഡും തീരുമാനങ്ങളിലേക്ക് കോൺസെൻട്രേറ്റഡുമായിട്ട് എത്തിച്ചേരേണ്ടതാണ്. അപ്പം അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു നോളജാണ് എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരു എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാകാൻ കാരണം അത് ഒരു ഒപ്പീനിയൻ നമ്മൾ പറയുക ചെയ്യുന്നത്. ഒരാളോടൊരു ചോദ്യം ചോദിക്കുക, സ്കൂൾ എഡ്യൂക്കേഷൻ, അതായത് ഒരു കുട്ടിക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ ഹൗസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണോ നല്ലത്? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമുക്ക് പറയാൻ പറ്റണം നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന്. അതായത് നമ്മൾ പറയുകയാണ് സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ പറയുകയാണെന്ന് വെച്ചു. അപ്പം നമ്മൾ അതിൻ്റെ ബാക്കി അടുത്ത ചോദ്യം നമ്മളോട് വരും, എന്തുകൊണ്ട് സ്കൂൾ എഡ്യൂക്കേഷൻ നല്ലതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ കുറേ വീക്ഷണകോണുകളുടെയും കുറേ ഡേറ്റാസിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനകത്തൊരു ഫാക്റ്റ് ഉണ്ട്. ചുമ്മാ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കരുത്. കുറേ പഠനങ്ങളുടെയും ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷനാണ് നമുക്ക് നല്ലതെന്ന് നമുക്ക് പറയാം. ഒപ്പം അവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ട് ഹൗസ് എഡ്യൂക്കേഷനാണ് നല്ലത് എന്ന്. അപ്പം ഹൗസ് എഡ്യൂക്കേഷനും നല്ലതാണെന്ന് വാദിക്കുന്ന 1% ജനങ്ങൾ, ഒരു 10%ഓളം അല്ലെങ്കിൽ ഒരു 50%ഓളം പീപ്പിൾ ഔട്ട്സൈഡ് ഉണ്ട്. അവരുടെ ശബ്ദവും കൂടി നമ്മളിവിടെ കൊണ്ടുവരേണ്ടി വരും. അപ്പം അവരും നല്ലതാണെന്ന് പറയുന്നു. അപ്പം നല്ലതാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവർക്ക് അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഒപ്പീനിയൻ ഉണ്ടാക്കി അവരതിനെ ന്യായീകരിക്കുന്നത്. അപ്പം ആ ഒപ്പീനിയനും നമ്മൾ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളും ആ ഭാഗത്ത് നിന്നും നമ്മളും ചിന്തിക്കേണ്ടി വരും. അപ്പം അവര് നല്ലതാണെന്ന് വിശ്വസിക്കാൻ അവരുടേതായ കാരണങ്ങളുണ്ടാവും. അപ്പം ഈ രണ്ട് കാര്യങ്ങളെയും നമ്മൾ ഒരു ഡോക്യുമെന്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് അടുത്ത സ്കില്ല് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അനലറ്റിക്കൽ എന്ന് പറയും. അനലൈസ് ചെയ്യുക, ഈ രണ്ടിൻ്റെയും മെറിറ്റുകൾ തമ്മിൽ മനസ്സിലാക്കി ഇതിൽ കൂടുതൽ മെറിറ്റ് ഉള്ളത് ഏതാണ് നമുക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിനാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ എസ്സേ റൈറ്റിംഗ് എന്നും ഒപ്പീനിയൻ ബേസ്ഡ് ആയിരിക്കും. നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ ഈ നമ്മുടെ അറിവിൻ്റെ തലത്തിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കണം. അപ്പം ഈ അറിവുണ്ടാകണമെങ്കിൽ എന്താ, നമുക്ക് ഗഹനമായ വായനകൾ, റീഡിങ്ങും ഗഹനമായ പഠനങ്ങളും അല്ലെങ്കിൽ അറിവിനെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളജും അതാത് കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചുമ്മാ ഊഹാപോഹങ്ങളാണോ അതോ ഫാക്റ്റുകളാണോ? ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെടുത്തേക്കുന്ന ഒരു ഡിസിഷൻ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും.
അത് പെർഫെക്റ്റ് ആയിരിക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനേക്കാൾ നല്ല ഫാക്റ്റുകൾ നിരത്തി ഒരാളുടെ ഐഡിയ വരുന്നവരെ അത് പെർഫെക്റ്റ് ആകാം. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ആശയങ്ങൾ നമുക്ക് ബോധ്യമാകുന്നതുവരെ നമുക്കത് ചിലപ്പോൾ അത് വിശ്വസിക്കാം. അതുകൊണ്ട് അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡെസിഷനാണോ അതോ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഡെസിഷനാണോ നമ്മൾ എടുക്കുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അറിവിൻ്റെയും അനുഭവങ്ങളുടെയും എക്സ്പീരിയൻസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെ ശക്തമായ ശേഷി ഉണ്ടാവും. അപ്പം അങ്ങനെ ശേഷി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ബേസിക് സംഭവമാണ് എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം എസ്സേ റൈറ്റിംഗ് അല്ലെങ്കിൽ പാരഗ്രാഫ് റൈറ്റിംഗ് ഒക്കെ നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു കൊച്ച് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം തന്നെ അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ശരിക്കും നല്ലൊരു ഒപ്പീനിയൻ പാരഗ്രാഫിൽ ഒരു എസ്സേ ഒപ്പീനിയൻ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നല്ലൊരു എസ്സേ എഴുതുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അയാൾ ഒരുപാട് ലെവലിൽ എത്തും. കാരണം എത്തുന്നതിൻ്റെ കാരണം അനലിറ്റിക്കൽ സ്കില്ല് വളരെ ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. അനലൈസ് ചെയ്യാനുള്ള കഴിവ്, രണ്ട് കാര്യങ്ങളെ കൂട്ടി യോജിപ്പിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഈ അനലിറ്റിക്കൽ സ്കില്ല് വേറെ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പല സിസ്റ്റങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. മെഡിക്കൽ സയൻസിൽ പല സിസ്റ്റങ്ങൾ, ഹാർട്ട്, ബ്രെയിൻ, ലിവർ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അനലിറ്റിക്കൽ സ്കില്ല് എന്ന് പറയുന്ന അവിടെ എവിടെയാണ് ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം മറ്റൊരു സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നും അത് ആശ്രയിച്ചിരിക്കാനുള്ള കാരണങ്ങളും അതിൻ്റെ ആ സിസ്റ്റം ബേസുള്ള നോളജും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കംപ്ലീറ്റ് കാര്യങ്ങളെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹാർട്ടിനെ കുറിച്ച് നമുക്ക് മാത്രം അറിയാം, ബ്രെയിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, എന്തെങ്കിലും സക്സസ് ആവുമോ? കാരണം ഹാർട്ടിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പം ബ്രെയിൻ എന്തെല്ലാം അങ്ങനെ, അതാണ് പറഞ്ഞത് അനലിറ്റിക്കൽ സ്കില്ല് എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു അവലോകനമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നതും അല്ലെ അത് നമുക്ക് തരുന്നതുമായ കഴിവ് എന്ന് പറയുന്നത് എസ്സേ റൈറ്റിംഗ് സ്കില്ലാണ്. അപ്പം ഒപ്പീനിയൻ ബേസ്ഡ് ആയ ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അനലിറ്റിക്കൽ സ്കില്ലിൻ്റെ ആവശ്യവും ഫാക്റ്റും ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയും നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. ഇനി ഒപ്പീനിയൻ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം. കാരണം രണ്ട് പേരോട് ചോദിക്കുക ടി വി എങ്ങനെയുണ്ട്, അതായത് ടി വിയിൽ നിന്ന് സിനിമ മാത്രം കണ്ട് അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കണ്ട് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായ ഒരു വ്യക്തിയോട് ചെന്ന് ടി വി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും ടി വി കൊള്ളത്തില്ല. ഒപ്പീനിയൻ ഉണ്ടാകുന്നുണ്ടോ? എന്നാൽ ഇതേ ടി വിയിൽ നിന്ന് നോളജും സയൻറ്റിഫിക്കൽ ഡേറ്റകളും എല്ലാം പഠിച്ച് അതിൻ്റെതായ അറിവ് കൊണ്ട് ജീവിക്കുന്ന ഒരാളോട് ചെന്ന് ടി വി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാലോ അയാൾ പറയും ടി വി സൂപ്പറാണ്. കണ്ടേ, കിട്ടിയതിൻ്റെ അല്ലാതെ ഒരു വ്യക്തിക്ക് അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അയാൾക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അയാളുടെ രണ്ടുപേരുടെയും ഒപ്പീനിയൻ മാറുക. അതുകൊണ്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട്. അതായത് അയാൾക്ക് വൈകാരികപരമായിട്ട് ആ കാര്യത്തോട് എങ്ങനെ തോന്നി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒപ്പീനിയൻ ഉണ്ടാകുന്നത്. ഇത് വൈകാരികമായിട്ട് തോന്നുന്നത് പലപ്പോഴും ഇമോഷണൽ ആണെങ്കിൽ അത് സയൻസിലേക്ക് വരുമ്പോൾ സയൻറ്റിഫിക്കൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനമാകും. അപ്പൊ കൂടുതൽ അറിവും പഠനവും ഉള്ളവൻ മുന്നോട്ട് വെക്കുന്ന ഡേറ്റകളുടെ കൂടുതൽ അനുസരിച്ച് അയാളുടെ ഒപ്പീനിയന് പവർ കൂടും. അത് കുറഞ്ഞ ഇരിക്കുന്ന ആളുടെ അതിനനുസരിച്ച് കുറവുണ്ടാകും, പുള്ളിക്ക് ആ ഫീൽഡുകളിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറയും. അതുകൊണ്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എപ്പോഴും മാറിയും മറിഞ്ഞിരിക്കും. ഒരേ കാര്യത്തെ പലരും മനസ്സിലാക്കുന്നത് പല വീക്ഷണകോണുകളിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഒപ്പീനിയൻ ഫോം ചെയ്യാനും അതിൻ്റെ ബേസിക് സ്കില്ലായ അനലിറ്റിക്കൽ സ്കില്ലിലൂടെ അതിലേക്ക് എത്താനും പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.